പത്മജ വേണുഗോപാലിന് പിന്നാലെ സംസ്ഥാനത്തെ കൂടുതൽ കോൺഗ്രസ് നേതാക്കളും ബി.ജെ.പിയിലേക്ക് ചേക്കേറുകയാണ്. പത്മജ വേണുഗോപാൽ പോകുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഇനിയും ഒരുപാട് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് വരാനുണ്ട്. ആ പട്ടിക കേട്ട് ഞാൻ ഞെട്ടിപ്പോയി, എനിക്ക് ബോധം പോയി, എന്റെ ബോധം നഷ്ടപ്പെട്ടു എന്ന് വരെ അവർ ഒരു വേള ആലങ്കാരികമായി പറയുകയുണ്ടായി. അപ്പോൾ അതിനെ ശരിവെക്കുന്ന തരത്തിലാണ് പത്മജയ്ക്ക് പിന്നാലെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ കൂട്ടക്കൊഴിഞ്ഞുപോക്ക്. ഇന്നിപ്പോൾ മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പത്മിനി തോമസ് ഉൾപ്പെടെയുള്ളവരാണ് കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് പോയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിൽ എത്തുമെന്ന് കെ സുരേന്ദ്രൻ പറയുകയും ചെയ്തു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേതിന് സമാനമായ രീതിയിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് കൂടുമാറുന്നത്. മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും കായിക കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയുമായിരുന്ന പത്മിനി തോമസ്, കെ കരുണാകരന്റെ സന്തത സഹചാരിയായിരുന്ന തമ്പാനൂർ സതീഷ്, മുൻ DCC ജനറൽ സെക്രട്ടറി ഉദയകുമാർ തുടങ്ങിയവരാണ് ഇന്ന് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലെത്തിയത്. നിരന്തരമായ അവഗണനയാണ് കോൺഗ്രസിൽ നേരിട്ടതെന്ന് ബി.ജെ.പിയിലെത്തിയ നേതാക്കൾ വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളൊക്കെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് പോകുന്നത്? ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ KPCC ഓഫീസിന്റെ ഫ്രണ്ടിൽ അവരുടെ മുടി മൊട്ടയടിച്ചു പോയ വേദനയോടുകൂടി പോയ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇത് തുടക്കമേ ആയിട്ടുള്ള കേരളത്തിലെ 14 ജില്ലകളിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ കുത്തൊഴുക്കായിരിക്കും ബി.ജെ.പിയിലേക്കെന്ന മുന്നറിയിപ്പ് കോൺഗ്രസ് നേതാക്കന്മാർ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ബി.ജെ.പിയിൽ എത്തിക്കാനാകുമെന്നാണ് ബി.ജെ.പി നേതാക്കളുടെ കണക്കുകൂട്ടൽ. കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ബി.ജെ.പിയിൽ എത്തിക്കാനുള്ള സജീവ ചർച്ചകളാണ് അണിയറയിൽ നടക്കുന്നത്. അത് തുടർന്നാൽ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി.ജെ.പി എന്നത് മാറി ഈ മിനിറ്റിലെ കോൺഗ്രസ് അടുത്ത മിനിറ്റിലെ ബി.ജെ.പി എന്നായി മാറും. തിരുവനന്തപുരത്തു നിന്നും വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്.